അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? വേറൊന്നുമല്ല, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു യൂട്യൂബ് ജേർണി എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. എന്നൊന്നും എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുമായിരുന്നു തോന്നുന്നു. അപ്പോൾ യൂട്യൂബിലേക്ക് ആരാണ് നമ്മളെ വഴി തെളിച്ച് നമുക്ക് വഴിത്തിരിവായി വന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ വരുമാനം ഉണ്ടാക്കണം എന്നുള്ളൊരു രീതിക്കല്ല ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ ഡെയിലി എന്തൊക്കെയാണോ നടക്കുന്നത്, നമ്മുടെ വീട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ നടക്കുന്നത്, അത് ജസ്റ്റ് നിങ്ങളുമായിട്ട്, അതായത് അനാവശ്യ കാര്യങ്ങളല്ല, ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതാണ് നമ്മുടെ ആ ഒരു വീഡിയോയുടെ ആ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വീഡിയോയിലോട്ട് നയിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞങ്ങൾ ഒരു 4 പേരാണ് കോയമ്പത്തൂർക്ക് പോകുന്നത് കേട്ടോ. അവിടെയാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു 2.5 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സും ഒക്കെ കൂടി കൂടിയിട്ട് നമ്മൾ കോയമ്പത്തൂർ ഒരു ലൈഫ് നമുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്താലോ, നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്താലോ എന്നിങ്ങനെ അവർ പറയുകയുണ്ടായിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു യൂട്യൂബ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ എന്താ എന്നുള്ളൊരു കാര്യം ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഫിനിക്സ് എന്നാണെന്ന് തോന്നുന്നു, ഫിനിക്സ് എന്തോ സംതിങ് അങ്ങനെ ആയിരുന്നു ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പം അത് ഞങ്ങൾ 4 പേരോട് കൂടി തുടങ്ങിയത്. ഒരാളാണ് ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തരുന്നത്. ഞങ്ങൾ 3 പേരാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്, ഞങ്ങളുടെ ചാനൽ ഇതാണ്, ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ഞങ്ങൾക്കൊരു നെഗറ്റീവ് കമൻറ്റ് വന്നു കേട്ടോ. ആ ഒരു കമൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു പോട്ടെ, ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒന്നും വേണ്ട എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴും മനസ്സിൽ ഈ ഒരു ഇത് കാണുന്നുണ്ട് വെച്ചാൽ, നമ്മൾ യൂട്യൂബിൽ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ചെയ്താൽ എന്താണ് എന്നുള്ളൊരു തോന്നലൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പം അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനിവിടെ നമ്മുടെ നാട്ടിൽ വന്നു. അതായത് അങ്ങനെ ഞാൻ പറഞ്ഞതല്ല, അതായത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൻ്റെ അതിർത്തിയിലേക്ക് വന്നു, കോട്ടയത്ത് വന്നു, ഏറ്റുമാനൂർ വന്നു, നമ്മുടെ വീട്ടിൽ വന്നു. അപ്പം തൊട്ട് ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ആ ഒരു റൂട്ടീൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു വെക്കൊണ്ടിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മുടെ കല്യാണം ഫെബ്രുവരി 4-നായിരുന്നു കേട്ടോ. അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞാനിങ്ങനെ വിചാരിച്ചു, നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരിക്കില്ല, നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. അതായത് മാള് വരുമ്പോഴത്തേനും കുറച്ചൊരു ഗ്യാപ്പ് വരും, ടൈമിൻ്റെ ഒരു വലിയ ഗ്യാപ്പ് വരും, കുഞ്ഞു ഗ്യാപ്പല്ല വലിയ ഗ്യാപ്പ്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്താലോ, എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു വീഡിയോസൊക്കെ ആയാലും. അപ്പോൾ ഞാൻ ആദ്യം ബോട്ടിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി. കുഞ്ഞു കുഞ്ഞു ബോട്ടിലൊക്കെ വരച്ച് അതൊക്കെ കളർ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് വീഡിയോ ആക്കിയാൽ എന്താ എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വീഡിയോ, എനിക്കറിയില്ല എങ്ങനെയാണ് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട്, അപ്പം നമുക്കൊരു ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇല്ലാണ്ടാണ് ഞാനൊരു വീഡിയോ ആദ്യമായിട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ തോട്ടിൽ നിന്ന ചെടി പറിച്ച് നമ്മൾ ചെടിച്ചട്ടിക്കകത്ത് കുഴിച്ച് വെക്കുന്നതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ആ വീഡിയോ ഒരു 200-ന് മേലെ പോയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ മനസ്സിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അയ്യോ 200 പേര് നമ്മുടെ വീഡിയോ കണ്ടോ, ആ ഒരു പ്രതീതിയായിരുന്നു കേട്ടോ എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ ആർക്കും അറിയത്തുണ്ടായിരുന്നില്ല കേട്ടോ. മാളുവിന് അറിയില്ല, ജോളിമയ്ക്ക് അറിയത്തില്ല, ആർക്കും, എൻ്റെ ഫാമിലിയിലുള്ള ആർക്കും അറിയത്തില്ല, മാളുവിൻ്റെ ഫാമിലിയിലുള്ള ആർക്കും അറിയത്തില്ല, ആർക്കും അറിയാണ്ട് ഞാൻ ഭയങ്കര സീക്രട്ടായിട്ടായിരുന്നു അത് വെച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രാത്രിയിൽ ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ ആ മഴയെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ഇട്ടു. അപ്പോൾ ഇത് രണ്ടെണ്ണം ഇങ്ങനെ ഇട്ട് നിന്നപ്പോഴത്തേനാണ് അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ട് എനിക്കതിൽ സന്ദീപേൻ്റെ അഞ്ചു ചേച്ചിയൊക്കെ കാര്യം ഞാൻ എപ്പോഴും പറയാറില്ലേ. അപ്പം അവരൊക്കെ കൂടിയിട്ട് നമ്മളൊരു വൈറലായ ഒരു അമ്പലം ഉണ്ടല്ലോ നമ്മുടെ വെള്ളത്തിൻ്റെ അവിടെ ഇരിക്കുന്ന, അയ്യോ അത് മൂന്നാമതിട്ട വീഡിയോ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അയ്യോ ഞാൻ ഓർക്കുന്നില്ല, ഒന്നും തോന്നരുത്. അപ്പം ആ അമ്പലത്തിൽ നമുക്ക് പോകാമെന്ന് വെച്ചാൽ, ഇതായത് അമ്പലത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നടന്ന് ചെന്നിട്ട് അമ്പലത്തിലേക്ക് കയറുന്നത്, വെള്ളത്തിൽ കൂടെ നടന്നു നിന്ന്. അപ്പം ആ അമ്പലത്തിൽ പോകാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം ഇവരെ അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വിചാരിച്ചു വീഡിയോ ചുമ്മാ ജസ്റ്റ് ചുമ്മാ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും എന്നാണ് അവർ വിചാരിച്ചത്. അതായത് എന്താ പറയുക, നമ്മൾ ചുമ്മാ ഫോണിൽ സൂക്ഷിച്ച് വെക്കത്തില്ല, അങ്ങനത്തെ ഒരു വീഡിയോ ആയിരിക്കും എന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ നടക്കുന്നത്, നമ്മൾ നിൽക്കുന്നത് എല്ലാം ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു.
അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചുമ്മാ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സ്വഭാവമുണ്ട്, എനിക്കെന്നല്ല എല്ലാവർക്കും തന്നെ കാണുമായിരിക്കും. എന്തെങ്കിലും ഒരു കുഞ്ഞ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്ന ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടു കഴിയുമ്പോൾ ഞാനത് മാളുവിന് ഷെയർ ചെയ്യും. എന്നിട്ട് നമുക്ക് ഇവിടെ പോകാം ഇവിടെ പോകാം ഇങ്ങനെ 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 പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ അമ്പലത്തിൽ പോയല്ലോ, അപ്പോൾ അവിടുത്തെ വീഡിയോ ഞാൻ എല്ലാം കൂടി കൂട്ടി വെച്ചു. അപ്പോൾ വീട്ടിലാരും ഇല്ലാത്ത സമയത്താണ് ഞാൻ ആ വീഡിയോ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അതിപ്പോഴും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര നാണാണ്, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ വോയിസ് കൊടുത്തിട്ട് ആ വീഡിയോ ഞാൻ നമ്മുടെ ഇൻഷോട്ട് വഴി, അതായത് എടുത്ത ക്ലിപ്സ് എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഇതുപോലെ തന്നെ അറൗണ്ട് ഒരു 200-ന് മേലെ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ അതിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഞങ്ങളുടെ ലാബിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തു, ഒരാളുടെ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ. അപ്പോൾ ആൾ എന്നോട് ചോദിച്ചു നിൻ്റെയാണോ എന്ന് ചോദിച്ചത്, ജിബിനാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു നിൻ്റെയാണോ. ഞാൻ പറഞ്ഞ അല്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മുടെ ലാബിലെ കുറച്ച് പേരോടൊക്കെ ഇങ്ങനെ പറയും എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ്, ആ ഒരു രീതിക്ക് ഞാനിങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നിൻ്റെ കൂടെയുള്ള ആൾക്കാർ കൂടെ കൊടുക്കുക. അപ്പോൾ ഹോസ്റ്റലേഴ്സിനോട് പറഞ്ഞു, ഇപ്പോൾ അവരുടെ റൂംമേറ്റ്സിനോടൊക്കെ അവർ പറഞ്ഞ് ഒരു 10-15 പേരോളം ആയിരുന്നു കേട്ടോ അന്ന്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നു. ഇത്രയും പേരൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തു, ഇവളുമാർ ഇത്രയും പേരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും പേര് അറിഞ്ഞ സ്ഥിതിക്ക് മാളുക്കുട്ടനെ അറിയാണ്ടിരിക്കാൻ നമുക്കൊരു സങ്കടം തോന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ ഞാൻ അവന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്തത്. അപ്പം ആളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേനും എന്നെ വിളിച്ചു കേട്ടോ. എന്നെ ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ നിനക്കൊരു വീഡിയോ അയച്ചു, നീ കണ്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞില്ല ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു നീ ഒന്ന് നോക്കിയിട്ട് വിളിക്ക്, എന്നാൽ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് വാട്സപ്പിൽ പോയിട്ട് പെട്ടെന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു ഈ വീഡിയോ ഇത് നമ്മൾ പോയ സ്ഥലമല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആ വീഡിയോ നീ കണ്ടോ. അപ്പോൾ പറഞ്ഞു ആ വീഡിയോ ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞു അപ്പം മുഴുവൻ കണ്ടിട്ട് വരാൻ പറഞ്ഞിട്ട് ആശാൻ അത് മുഴുവൻ കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നു കേട്ടോ. അപ്പം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് വേറൊരു രീതിയിലാണ്, അയ്യോ ഇനിയിപ്പോൾ വഴക്ക് പറയും, ഇനിയിപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാൻ പറയും, ആ ഒരു രീതിയിലാണ് എൻ്റെ മനസ്സിലിരുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ആ ഒരു ടെൻഷൻ നിൽക്കുകയാണ്. അപ്പം മാളിൻ്റെ കോൾ വന്നു, എനിക്ക് എടുക്കണ്ടയോ താഴെ ഇട്ട് പൊട്ടിക്കണോ എന്നൊന്നും അറിയത്തില്ല. അപ്പം മാളിങ്ങനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എടി ഇത് നീയല്ലേ, ഇത് യൂട്യൂബ് ചാനലോ, ഇത് എന്നത്. അപ്പം ആൾ ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഭയങ്കര വണ്ടടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ഈ മാളിന് എന്ത് പറ്റി, വഴക്കല്ലേ പറയുന്നത്, ആ ഒരു രീതിയിൽ ഞാനും നിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ 15-ന്ന് 40 വന്നു, 50 വന്നു. ഇതെല്ലാം മാളുവിൻ്റെ കൂട്ടുകാരാണ് കേട്ടോ. മാളുവിൻ്റെ അതായത് മാളു ബാറിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ വരുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഇച്ചിരിയൊക്കെ പിന്നെ നമുക്ക് നമ്മുടെ സെക്കൻഡ് കിട്ടുന്നൊരു ജോളിയമ്മയോട് പറഞ്ഞായിരുന്നു. അപ്പം ഇന്നത്തെ ഒരു രീതി വെച്ചിട്ട് ജോളിയമ്മ അതിനോട് ആൾ ഭയങ്കര വൈബാണ്. ഫസ്റ്റ് അത് ഞാൻ പറയുകയാണ് കേട്ടോ. ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഓണായി വരുന്നതിന് മുന്നേ ആൾ ഓണായി വരും കേട്ടോ. അതുപോലെ ഭയങ്കര ഓളമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എന്നൊന്ന് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് കാണിക്കുകയോ ചെയ്തത്. അപ്പം ഞാൻ നോക്കുമ്പോൾ അമ്മ അത് ആസ്വദിച്ചിരുന്ന് കാണുന്നു, പിന്നെ ഡെയിലി ആ വീഡിയോസ് കാണാൻ തുടങ്ങുന്നു. അയ്യോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ എൻ്റെ അമ്മേനെ കാണിച്ചു, അതായത് നമ്മുടെ രേമേനെ കാണിച്ചു, അച്ഛനെ കാണിച്ചു, അങ്ങനെ ഇവരെ എല്ലാവരെയും കൂടി കാണിച്ചു കേട്ടോ. അപ്പം അതായത് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഒരു പോസിറ്റീവ് ഒരു ഇതാണ് നമുക്ക് കിട്ടിയത്, ഒരു റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അച്ഛയിൽ നിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ല. എന്നുവെച്ചാൽ അച്ഛ എന്തെങ്കിലും വഴക്ക് പറയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്, ഇതിൻ്റെ ഇടയിൽ ഒരു തടസ്സം ഇടുമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അച്ഛ പോലും അച്ഛയുടെ കൂടെ പണിയുന്ന ബംഗാളികളെ കൊണ്ടുവരെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചല്ലോ എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതായത് ഭയങ്കര സന്തോഷം. അത് തന്നെയല്ല നമ്മുടെ ഈ വീഡിയോസൊക്കെ ഇട്ടൊരു 1 ഇയർ ആയോ എന്ന് എനിക്കറിയില്ല. അപ്പോഴത്തേനെ മാളു എൻ്റെ അടുത്ത്, എനിക്കറിയില്ല, നമുക്കൊരു ഫോൺ എടുക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു ദിവസം വൈകിട്ട് വന്നിട്ട് ഒരു സർപ്രൈസ് വീഡിയോ, അത് ആൾ തന്നെ എടുത്ത വീഡിയോ ആണ്. അത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ഫോൺ മാറി കഴിഞ്ഞപ്പോൾ ആ വീഡിയോസ് എല്ലാം പോയിട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ മാളു ഇതുപോലെ വൈകിട്ട് വന്നിട്ട് എന്നോട് പറയണം നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. ചോദിച്ചാൽ എന്താ. അപ്പോൾ എൻ്റെ കയ്യിലോട്ട് ഈ ഫോൺ എടുത്ത് തരുവാണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് സാംസങ് 24 Plus ആണ് കേട്ടോ. അപ്പോൾ ആളെൻ്റെ കയ്യിലോട്ട് തരുമ്പോൾ ഞാൻ മാളും
എന്താ എനിക്കോ എന്നുള്ള രീതി ഞാനിങ്ങനെ ഇരുന്നിട്ട്, അതായത് നമ്മൾ അന്ന് മുതൽ വീഡിയോസ് ഇട്ടുകൊണ്ട് വരുമ്പോൾ ചെറിയൊരു ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോഴില്ലെന്നല്ല ഞാൻ പറയുന്നത്, ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിൽ നിന്നും നമുക്ക് ഇച്ചിരൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ഫോൺ എടുത്തു തരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര വലിയ കാര്യങ്ങളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജനുവരി പെരുന്നാൾ. അപ്പോൾ പെരുന്നാളിന് മുന്നേ ആണ് എനിക്ക് ഫോൺ എടുത്ത് തരുന്നത്, വീഡിയോസൊക്കെ നന്നായിട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പം ഈ ഫോൺ എനിക്ക് എടുത്തു തന്നു. ഞാൻ അതും വണ്ടറടിച്ച് നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും പെരുന്നാളിൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് ജോളിയമ്മയാണ് കേട്ടോ. ഇപ്പം എന്തെങ്കിലും ഒരു കൂട്ടം കാണുമ്പോഴത്തേനും അമ്മ പറയുന്നത്, കൊച്ചെ അതെടുക്ക് ഇതെടുക്ക്, ഇപ്പോൾ പ്രദർശനം പോകുകയാണെങ്കിൽ ഫ്രണ്ടിൽ പോയി എടുക്കുക, അവിടെ പോയി എടുക്കുക, ഇവിടെ പോയി എടുക്കുന്നൊക്കെ ജോളിയമ്മ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ അന്തിച്ച് നിൽക്കുക, അമ്മയോ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ വീഡിയോ എടുത്ത് തരാനാണ്. ഇപ്പം ഞാൻ തോട്ടിൽ എന്തെങ്കിലും ഒഴുകി വരുന്നതൊക്കെ പെറുക്കുന്ന വീഡിയോസൊക്കെ എടുത്ത് തരുന്നത് ജോളിയമ്മയാണ് കേട്ടോ. ആൾ ഫുൾ സപ്പോർട്ട് ആയതുകൊണ്ട് മാത്രമാണ് ഞാനും ഇന്ന് ഇവിടെ ഇരിക്കുന്നത് തന്നെ. പിന്നെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ നമ്മൾ ചില കണ്ണാപ്പിസങ്ങളൊക്കെ കാണിച്ച് ചെയ്യുവാണെന്ന്, അതായത് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ ഒരുമാതിരി പരിഹാസത്തോടു കൂടി നോക്കുമല്ലോ. അപ്പം എന്നാ പറയുന്നത്, അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസും എനിക്ക് അത്യാവശ്യമായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാവരും സപ്പോർട്ടാണ്, ഫുൾ സപ്പോർട്ടാണ്. ഇപ്പോൾ അവരുടെ ഹസ്ബൻഡൊക്കെ ആയിക്കോട്ടെ, അല്ലെ അവരുടെ ഫാമിലി നേരിലും വരുമ്പോഴത്തേന് ഇത് ഞങ്ങളുടെ യൂട്യൂബറാണ് കേട്ടോ, തമാശ പറ്റി പറയുമ്പോൾ പോലും നമുക്കതവിടെ ഒരു പ്രൗഡാണ്. അപ്പം അവരാണെങ്കിൽ പോലും ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇതുപോലെ പറയും, ഇത് ഞങ്ങളുടെ ലാബിലെ യൂട്യൂബറാണ് കേട്ടോ ഇന്നതല്ല. അപ്പം ഞാനിങ്ങനെ ഷൈ ആയിട്ട് നിന്നപ്പോഴത്തേന് അവരത് വലിയ കാര്യത്തിൽ ഞങ്ങൾക്കുള്ള ഒരേ ഒരു യൂട്യൂബറാണ് കേട്ടോ, ആ ഒരു രീതിയിലൊക്കെ പറയുമ്പോൾ നമുക്ക് ഹായ് നമ്മളെ തന്നെയാണല്ലോ എന്നൊരിത്. ഞാൻ ഒരിക്കലും ഒരു യൂട്യൂബറായിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ച ഒരാളല്ല. എനിക്ക് ഇഷ്ടമാണ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വീഡിയോസ് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ചെയ്യുന്നത് തന്നെ. പിന്നെ നമ്മുടെ കുക്കിങ് അത്ര പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. ഇനി പെർഫെക്റ്റ് ആകാത്ത സാധനങ്ങൾ ഞാൻ അതുപോലെ തന്നെ ജെന്യുവനായിട്ട് നിങ്ങളോട് പറയാറുമുണ്ട്, ഫ്ലോപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോപ്പ് ആയി എന്നുള്ള കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഒരു ഡീസൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, ഇനി അങ്ങനെ എന്തെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു ഡീസൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെ വിളിച്ച് പറയാതെ, ഒരുപാട് ഫാമിലി ഇഷ്യൂസൊക്കെ അങ്ങോട്ട് എന്താ പറയുക, അങ്ങോട്ട് വിളമ്പാതെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ നമുക്ക് കിട്ടുന്നത് കുറച്ച് സന്തോഷങ്ങളായിരിക്കും. ആ സന്തോഷങ്ങൾ മാത്രം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. നമുക്ക് വരുന്നൊരു സങ്കടം അല്ലെങ്കിൽ നമുക്ക് വരുന്നൊരു ഫാമിലി ഇഷ്യൂ അത് നമുക്ക് പബ്ലിക്കിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ എല്ലാവരുടെയും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആ ഒരു ഡീസൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. പിന്നെ ഇനി പറയേണ്ട കാര്യം, ഇനിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്നെനിക്കറിയാം. ചാനൽ മോണിറ്റൈസ് ആയോ, ഇൻകം വരാൻ തുടങ്ങിയോ? അതിനുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് മാത്രമാണ്. അതായത് നമ്മുടെ ചാനൽ തുടങ്ങി ഇപ്പം 2ാമത്തെ വർഷത്തേക്ക് ആവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു ജേർണിയിൽ നമുക്ക് വാച്ച് ടൈം എന്ന് പറഞ്ഞൊരു സാധനമാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ടത്. ആ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവത്തുള്ളൂ. ഇനി ചാനൽ മോണിറ്റൈസ് ആവാൻ വേണ്ടി ഒരുപാട് കടമ്പകൾ കിടക്കണം കേട്ടോ. അതായത് 1000 സബ്സ്ക്രൈബേഴ്സ്, 4000 വാച്ച് ടൈം. സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ ഈ വാച്ച് ടൈം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കാനാണ് ഇച്ചിരി പാടെന്ന് പറയുന്നത്. അപ്പം അതിനുള്ള തത്രപ്പാടിലാണ് ഞാൻ. പിന്നെ എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവണം എന്നൊരു നിർബന്ധമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ചെയ്യുന്ന വീഡിയോസ് എനിക്ക് ഒരിക്കലും ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അതായത് നമ്മളെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് നമ്മുടെ വീട്ടിൽ എന്ത് ഫുഡുകളാണോ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ഒക്കെ വീഡിയോസ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ഈ പെടാപ്പാടെല്ലാം. അതിനൊരു ഇൻകം യൂട്യൂബ് എനിക്ക് തരണം എന്നെനിക്ക് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഇനി അങ്ങനെ ഉള്ളവർ, അതായത് അങ്ങനെ വേണം എന്നുള്ളവർ കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്തിട്ട്, അതായത് എന്താ ഇപ്പോൾ പറയുന്നത്, കുറച്ച് ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അതായത് ചാനൽ മോണിറ്റൈസ് ആവാൻ വേണ്ടി നോക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഇത്. അതായത് യൂട്യൂബ് വഴി രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പം ഇപ്പം നമ്മുടെ ഒരു ചാനൽ എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ 1.29 ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ഇത് എടുക്കുവാണെങ്കിൽ തന്നെ ഇപ്പം എല്ലാവരും ഇപ്പോൾ ആദ്യം കാണുന്ന ഒരാൾ നമ്മളോട് ചോദിക്കുന്നത് ഇൻകം കിട്ടാൻ തുടങ്ങിയോ, പൈസയൊക്കെ കിട്ടാൻ തുടങ്ങിയോ? ഒരിക്കലും പൈസ കിട്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ. ആ ഒരു കാഴ്ചപ്പാട് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും.
പിന്നെന്താ പറയേണ്ടത്? ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ ആർക്കെങ്കിലും എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് ആൾക്കാർ നമ്മളോട് പറഞ്ഞ ആ ഒരു ഡൗട്ടുകളാണ് ഞാനിപ്പോൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇംഗത്തിൻ്റെ കാര്യം, യൂട്യൂബിലേക്ക് വന്ന കാര്യമൊക്കെ കേട്ടോ. പിന്നെ പറയാനായിട്ടുള്ളത്, ഞാനൊന്ന് ആലോചിക്കട്ടെ, നെക്സ്റ്റ് പാർട്ടിൽ ഇട്ടേക്കാം. അല്ലെങ്കിൽ ഈ കൂടെ തന്നെ പറഞ്ഞിട്ടേക്കാം. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5-6 മിനിറ്റ് കൂടുതലായിട്ടുണ്ടെന്ന് തോന്നി. ഇനിയിപ്പം നിങ്ങളെ ബോറടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ബാക്കിയുള്ളത് അടുത്ത പാർട്ടിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.